Today we will discuss some problems to evaluate triple integral. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ട് ട്രിപ്പിൾ ഇൻ്റഗ്രലിൽ കാണുന്നതും പഠിച്ചു, അല്ലാതെ നമ്മൾ ഇൻ്റഗ്രലിലെ ലിമിറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് കാണുന്നതും പഠിച്ചു. അടുത്ത അതുപോലെ ഒന്നാണ് ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി 1/x + y + z + 1 all cube dv, where v is the tetrahedron bounded by the planes x equal to 0, y equal to 0, z equal to 0 and x plus y plus z equal to 1. അപ്പൊ ഈ 4 പ്ലെയിൻ കൊണ്ട് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ടെട്രാഹെഡ്രൺ ആണ്. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഒരു ഫോം, ഇങ്ങനെ 4 സൈഡ് ഉണ്ടാവും, 4 പ്ലെയിനും കൊണ്ടാണ് അത് ബൗണ്ടഡ് ആയിട്ടുള്ള. അങ്ങനെ 4 സൈഡിലുള്ള ഏത് സൈഡ് നോക്കിയാലും ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു റീജിയൻ ആണ് ഇപ്പൊ നമുക്ക് ഉള്ളത്. അപ്പൊ അതിന്റെ ബൗണ്ടറീസ് തന്നിട്ടുണ്ട്, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം. x equal to 0, y equal to 0 and z equal to 0 and x plus y plus z equal to 1 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലെയിൻ വരച്ച് നോക്കാം. ഇത് x ആക്സിസ്, y ആക്സിസ്, z ആക്സിസ്. പിന്നെ നമ്മൾ ആദ്യം z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പ്ലെയിൻ ഏതാ? ഇതാണ് z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പ്ലെയിൻ, XY പ്ലെയിൻ അല്ലേ. ഇനി x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പ്ലെയിൻ ഇത്. അതുപോലെ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പ്ലെയിൻ ഇവിടുത്തെ. പിന്നെ നമ്മുടെ അവിടുത്തെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിന്നെ ഒരു ബൗണ്ടറി x + y + z എന്ന് പറയുന്നത് 1 ആയിരിക്കണം എപ്പോഴും. അപ്പൊ നമ്മൾ ഇവിടെ മാക്സിമം 1 എന്ന് പറഞ്ഞ പോയിന്റ് വരെ പോവും, ഇവിടെ അതുപോലെ 1 എന്ന് പറഞ്ഞ പോയിന്റ് വരെ പോവും, ഇവിടെ അതുപോലെ 1 എന്ന് പറഞ്ഞ പോയിന്റ്. എന്നിട്ട് നമ്മൾ ഈ പ്ലെയിൻസ് വരയ്ക്കും. ഇപ്പൊ ഇവിടെ ഒരു പ്ലെയിൻ കിട്ടി, ഇവിടെ കിട്ടി, അതുപോലെ ഇവിടെ ഉള്ള ഒരു പ്ലെയിനും കൂടെ ഉണ്ടാവും. ആ ലൈനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് x + y + z = 1 എന്ന് പറഞ്ഞത്. നമ്മൾ 3 ഡയമെൻഷണൽ രൂപത്തിലൊന്ന് കാണാം. അപ്പൊ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൊടുക്കാം. ഇവിടെ എന്താണ് നമ്മുടെ XY പ്ലെയിനിലെ നമ്മുടെ ഈ ഇതിന്റെ പ്രൊജക്ഷൻ, നമ്മുടെ ഈ ഡി എന്ന് പറഞ്ഞ റീജിയന്റെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ XY പ്ലെയിനിലുള്ളതായിരിക്കും. അപ്പൊ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏതാ? ഇവിടെയാണ്. ഇത് വേണം y ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈൻ. അപ്പൊ ഇനി നമ്മള് ജസ്റ്റ് ഒന്ന് ഓരോന്ന് വാല്യൂസ്, ബൗണ്ടറീസ് ഒക്കെ ഒന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് ഇതിന്റെ ഷാഡോ ആയിട്ട്, അത് പ്രൊജക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഷാഡോ R ഓഫ് ദ ടെട്രാഹെഡ്രൺ ഇൻ ദ XY പ്ലെയിൻ ഈസ് ദ ട്രയാങ്കുലർ റീജിയൻ. ഇതാണ് ട്രയാങ്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ലൈൻസ് x ഈക്വൽ ടു 0. x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏതാ? x 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈൻ, അതുപോലെ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈൻ, പിന്നെ x + y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ. ഇതാണ് x + y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ. ഇതാണ്. അപ്പൊ അതിൽ നമുക്ക് y ഈക്വൽ ടു 1 - x എന്ന് കിട്ടും. ഇത് x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈൻ. അപ്പൊ ഇതാണ് ഈ റീജിയന്റെ 3 ബൗണ്ടറീസ്. പിന്നെ നമ്മള് ഓരോ സെഡിനുള്ള ബൗണ്ടറീസ് കണ്ടുപിടിക്കണം. സെഡിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണ്ടുപിടിക്കണം ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ. അതുപോലെ എക്സിന്റെയും വൈന്റെയും കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളൊരു സെഡ് ആക്സിസിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കും. ഈ റീജിയനില്, നമ്മുടെ ഈ പ്ലെയിനില് സെഡ് ആക്സിസിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. നമ്മൾ സാധാരണ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് പോലെ ഒരു ലൈൻ വരച്ചു. ഇവിടെ ഡോട്ടഡ് ലൈനാണ്. സെഡ് ആക്സിസിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചു, അത് നമ്മൾ M എന്ന് പേര് കൊടുത്തു. പിന്നെ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? z എന്ന് പറയുന്നത് ഇവിടെ 1 -
എക്സ് മൈനസ് വൈ ആണ് ഈ ഗ്രാഫിൽ കേട്ടോ. അപ്പൊ ദ ലൈൻ എം പാസിംഗ് ത്രൂ ദ ടിപ്പിക്കൽ പോയിന്റ് എക്സ് വൈ ഇൻ ആർ. എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. എം എന്ന് പറഞ്ഞ ലൈൻ. ആൻഡ് പാരലൽ ടു ദ സെഡ് ആക്സിസ്. സെഡ് ആക്സിസിന് പാരലൽ ആണ്. അപ്പൊ ഇനി ഇത് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഈ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നത് എവിടെയാണ്, അതുപോലെ റീജിയനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എവിടെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ ഏതാണ്? ഈ പ്ലെയിൻ എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പ്ലെയിനാണ് അല്ലെ. ഈ പ്ലെയിനിൽ ഇത് എക്സ് വൈ പ്ലെയിൻ ആണ്. അതെന്ന് പറഞ്ഞാൽ സെഡ് 0 ആയിട്ടുള്ള പ്ലെയിൻ ആണ് അല്ലെ. അപ്പൊ അത് എൻ്റർ ചെയ്യുന്നത് എവിടെയാണ്, അതുപോലെ ലീവ് ചെയ്യുന്നത് എവിടെയാന്ന് നോക്കാം. അപ്പോൾ ദ ലൈൻ എം പാസിംഗ് ത്രൂ ദ ടിപ്പിക്കൽ പോയിന്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ ഇൻ ആർ പാരലൽ ടു ദ സെഡ് ആക്സിസ് എൻഡേഴ്സ് വി. നമ്മൾ ഇതിനെ മൊത്തത്തിൽ വി എന്ന് പറയാം. വി അറ്റ് ഇത് എക്സ് വൈ പ്ലെയിൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. സെഡ് ഈക്വൽ ടു 0 ആൻഡ് ലീവ്സ് വി അറ്റ്, ഇവിടുത്തെ ഇക്വേഷൻ എന്താ? ഇതാണ് സെഡ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ. അപ്പൊ നമ്മൾ സെഡിന്റെ ലിമിറ്റ് കിട്ടി 0 to 1 മൈനസ് എക്സ് മൈനസ് വൈ. ഇതുപോലെ നമ്മൾ വൈന്റെയും കണ്ടുപിടിക്കാം. അപ്പൊ വൈന്റെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാ? വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക. വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ ഇവിടെ വരയ്ക്കാം വൈ ആക്സിസിന്. അപ്പൊ നമ്മൾ ഈ പ്ലെയിനിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. വൈ ആക്സിസ് ഇത് പാരലൽ ആക്കണം. വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ വരച്ചു. ഇത് എൽ എന്ന് പറയുന്ന ലൈൻ. അപ്പൊ ഇതാണ് ദീസ് ആർ ദ സെറ്റ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. ഇനി ദ ലൈൻ എൽ ത്രൂ എക്സ് വൈ പ്ലെയിനിലൂടെയാണ് ലൈൻ ഉള്ളത് അല്ലെ. ത്രൂ എക്സ് വൈ പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലൽ ആണ്. എൻഡേഴ്സ് ആർ. ആർ എന്ന് പറഞ്ഞ റീജിയൻ ആണിത്. ഇത് ആറാണ്. എൻഡേഴ്സ് ആർ അറ്റ്, ഇത് ഏത് പ്ലെയിനാ? ഈ പ്ലെയിനിലാണ് എൻ്റർ ചെയ്യുന്നത്. വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പ്ലെയിൻ. എൻഡേഴ്സ് ആർ അറ്റ് വൈ ഈക്വൽ ടു 0 ആൻഡ് ലീവ്സ് ആർ അറ്റ്, ഇവിടെയാണ് പുറത്തേക്ക് പോകുന്നത്. അവിടുത്തെ ഇക്വേഷൻ ഏതാ? വൈ ഈക്വൽ ടു 1 മൈനസ് 6. അപ്പൊ വൈന്റെ ലിമിറ്റ് കിട്ടി. അപ്പൊ ദീസ് ആർ ദ വൈ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. ഇനി നമുക്ക് എക്സിന്റെ വൈന്റെ സെഡിന്റെ കിട്ടി. ഇനി എക്സിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 ലിമിറ്റ് കിട്ടി. അപ്പൊ ഇത് നമ്മൾ മൊത്തത്തിലുള്ള റീജിയൻ കവർ ചെയ്യണമെങ്കിൽ ഈ എൽ എന്ന് പറഞ്ഞ ലൈൻ എവിടെ തൊട്ട് എവിടെ വരെ മൂവ് ചെയ്യണം? എൽ എന്ന് പറഞ്ഞ ലൈൻ എക്സ് ഈക്വൽ ടു 0 തൊട്ട് എവിടെ വരെ മൂവ് ചെയ്യണം? എക്സ് ഈക്വൽ ടു 1 വരെ മൂവ് ചെയ്യണം അല്ലെ. മൊത്തം റീജിയൻ കവർ ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു 1 വരെ മൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എക്സിന്റെ ലിമിറ്റ് കിട്ടും. To cover the entire region R, the line L should move from x equal to 0. ഇവിടെ നിന്നിട്ട് x equal to 0 to x equal to 1. But the limit of integration of x are therefore from x equal to 0 to x equal to 1. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ 2 ലൈൻസ് വരയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എക്സിന്റെ വൈന്റെ സെഡിന്റെ ലിമിറ്റുകൾ കിട്ടി അല്ലെ. 3 കിട്ടി. ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. അപ്പൊ therefore നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. therefore triple integral over d 1 by x plus y plus z plus 1 d all cube dv equal to integral 0 to 1 x ന്റെ ലിമിറ്റ് അത് കൊടുത്തു. പിന്നെ y ന്റെ ഇന്റഗ്രൽ 0 to 1 minus x
ഇന്റഗ്രൽ 0 to 1 minus x minus y. ഇത് സെഡിന്റെ, ഇത് വൈന്റെ. 1 by x plus y plus z plus 1 all cube dz dy dx. ആ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ, കാരണം എക്സിന്റെ ടേമാണ് നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇന്റഗ്രേറ്റ് ചെയ്യാം. which is equal to integral 0 to 1 integral 0 to 1 minus x. ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇത് റേസ് ടു -3 ആയിട്ടിരിക്കുക. അപ്പോ എന്ത് കിട്ടും? x plus y plus z plus 1 all raised to -3 plus 1 എന്ന് പറയുമ്പോൾ -2 divided by -2. ലിമിറ്റ് 0 to 1 minus x minus y dy dx. -1/2 പുറത്തേക്ക് എടുക്കാം, എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 minus x minus 1/2. ഇനി z-നാണ് ഈ വാല്യൂ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ z-ന് ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാല് x പ്ലസ് ഇത് താഴേക്കാണ് 1 by x plus y പ്ലസ് z-ന് വാല്യൂ കൊടുക്കുക 1 minus x minus y plus 1 ഓൾ സ്ക്വയർ. താഴേക്ക് വന്നപ്പോൾ സ്ക്വയർ ആയി, -2 ഉള്ളത് സ്ക്വയർ ആയി. പിന്നെ 0 കൊടുക്കുന്നെങ്കിലോ -1 by x plus y plus 0 plus 1 dy dx. അപ്പൊ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ -6 x പോയി, -y y പോയി, ഇവിടെ 2 ഉള്ളൂ അല്ലെ. 2 സ്ക്വയർ വരും, ഇവിടെ ഇതിന്റെ സ്ക്വയർ. അപ്പൊ 1/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വന്നു അല്ലെ. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 minus x -1/2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പൊ -1/2 ഇൻറ്റു ഇവിടെ 1 plus 1 സ്ക്വയർ 4 ആണ്. അപ്പൊ -1/8 മൈനസും കൂടെ പ്ലസ് ആയി 1/2 ഇൻറ്റു x plus y plus 1 all square dy dx. ഇനി വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഇന്റഗ്രൽ 0 to 1 മൈനസ് y/8 പ്ലസ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു x plus y plus 1 all raised to -2 plus 1 എന്ന് പറയുമ്പോൾ -1 ഡിവൈഡഡ് ബൈ -1. അപ്പൊ നമുക്ക് -1 ഇവിടെ ഇവിടെ ഇടാം. പിന്നെ ലിമിറ്റ് 0 to 1 minus x dx. ഇനി ആ ലിമിറ്റ് കൊടുക്കുക, വൈക്കാണ് ലിമിറ്റ് കൊടുക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 വൈക്ക് -yക്ക് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ x minus y by 8 plus -1/2 into 1 by x plus yക്ക് നമ്മൾ 1 minus x കൊടുക്കുക plus 1 പിന്നെ 0 കൂടെ കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ ടൈം -0 ആവും, -y/8 എന്ന് പറഞ്ഞാൽ 0 ആവും. പിന്നെ അടുത്ത ടൈമിൽ എന്ത് വരും? -1/2 x plus 1 ആവും അല്ലെ, 1/x plus 1 ഇത്രയും ടൈമായി മാറും. പിന്നെ dx. അപ്പൊ ഇതൊന്നെല്ലാം കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നമുക്കുള്ള ആൻസർ ആവും ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 0 to 1 x minus 1/8 പ്ലസ് ഇവിടെ ക്യാൻസൽ ആയി പോകുന്നത് -6ഉം x ക്യാൻസൽ ആയി പോയി 1/2 ആയി.
ഇനി ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം -1/2 × 2. അപ്പോൾ 1/4 പ്ലസ് 1/2 × x + 1. ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾക്ക് ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. എന്ത് വരും? x² / 2 - x അല്ലേ ഡിവൈഡഡ് ബൈ 8 പ്ലസ് -x/4 പ്ലസ് ഇവിടെ x + 1 ഇന്റഗ്രേഷൻ. അതെന്താ വരിക? ലോഗ് വരും അല്ലേ? അപ്പൊ 1/2 ലോഗ് x + 1. പിന്നെ x + 1 ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1. വലിയ മാറ്റമൊന്നുമില്ല. 0 to 1. അപ്പൊ ആദ്യം 1 കൊടുത്തു. 1 കൊടുത്തു കഴിഞ്ഞാൽ 1/2 - 1 വരും. അതെത്ര വരിക? -1/2 വരും അല്ലേ? -1/2/8 എന്ന് പറയുമ്പോൾ -1/16 വരും. പിന്നെ ഇവിടെ 1 കൊടുക്കും. -1/4 പ്ലസ് 1/2 ലോഗ് 1 + 1 ലോഗ് 2 അല്ലേ? ഇനി അടുത്ത 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ ഈ ടൈം പോയി ലാസ്റ്റത്തെ ടൈം -1/2 ലോഗ് 1 വരും. ലോഗ് 1 എന്താ? 0. അപ്പൊ ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1/2 എല്ലായിടത്തും കോമൺ ആണ്, അത് പുറത്തെടുക്കാം. 1/2 × log 2 -1/8 -1/2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ തരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 log 2 നമുക്ക് മൈനസ് ഇട്ടിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഇടാം. അപ്പൊ 2 + 8 10 ഡിവൈഡഡ് ബൈ 16 വരും അല്ലേ? അപ്പൊ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5ഉം 8ഉം നമുക്ക് കിട്ടുക -1/2 log 2 -5/8. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ റീജിയൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ പിക്ചർ വരച്ചിട്ട് ലിമിറ്റുകൾ കണ്ടുപിടിക്കാനാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ നമ്മൾ ഇനിയും കുറെ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ അവിടെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒത്തിരി യൂസ് ചെയ്യേണ്ടി വരും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലിമിറ്റുകളൊന്നും തരുമല്ലോ. അപ്പൊ കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് കൂടുതൽ നോക്കാം. ഇനി നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രേഷന്റെ കുറച്ച് ആപ്ലിക്കേഷനുകളുണ്ട്. പല കാര്യങ്ങൾക്ക് നമ്മൾ ഡബിൾ ഇന്റഗ്രേഷൻ ഏരിയ കാണാനും വോളിയം കാണാനും ഒക്കെ യൂസ് ചെയ്ത പോലെ ട്രിപ്പിൾ ഇന്റഗ്രൽസ് എന്തിനൊക്കെയാ യൂസ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇനി നോക്കാനുള്ളത് സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിപ്പിൾ ഇന്റഗ്രൽസ്. അപ്പൊ മെയിനായിട്ട് ഒരു 7 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് 3 ഇപ്പൊ പറയാം. ഫസ്റ്റ് വോളിയം കാണാനായിട്ട്, ഒരു സോളിഡിന്റെ വോളിയം കാണാനായിട്ട് നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ യൂസ് ചെയ്യും. വോളിയം ഓഫ് ദ സോളിഡ് D ഈസ് ദ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് 1/D. നമ്മൾ ഏരിയ ഡബിൾ ഇന്റഗ്രൽ വാല്യൂറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓവർ R 1dA ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ വോളിയം കാണാനാണെങ്കിൽ 1ന്റെ ട്രിപ്പിൾ ഇന്റഗ്രൽ കണ്ടാൽ മതി. ഇനി മാസ് കാണാനായിട്ട് ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഇഫ് റോ ഓഫ് XYZ ഈസ് ഡെൻസിറ്റി, ദെൻ മാസ് ഓഫ് ദ സോളിഡ് D ഈസ് ഗിവൺ ബൈ M = ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ D റോ ഓഫ് XYZ dV. അതും നമ്മൾ ഡബിൾ ഇന്റഗ്രലിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് മൊമെന്റ്സ് ആയിരുന്നു അല്ലെ? അപ്പൊ അതിന് ഫസ്റ്റ് മൊമെന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് മൊമെന്റ്സ്, the first moments of the solid about the coordinate planes
indicated by subscripts are given by mxy equal to mxy കണ്ടുപിടിക്കാൻ വേണ്ടി ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി z ഇൻറ്റു റോ ഓഫ് എക്സ് വൈ സെഡ് ഡി വി ചെയ്താൽ മതി. ഇനി എം എക്സ് സെഡ് ആണെങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി വൈ റോ ഓഫ് എക്സ് വൈ സെഡ് ഡി വി. എം വൈ സെഡ് ആണെങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എക്സ് റോ ഓഫ് എക്സ് വൈ സെഡ് ഡി വി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ. ഇതാണ്. ഇനി അടുത്ത സെന്റർ ഓഫ് മാസ്, സെൻട്രോയിഡ്, അതൊക്കെ എന്താ നോക്കാം. പിന്നെ നാലാമത്തെ ആപ്ലിക്കേഷൻ ഇതാണ്, സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ. ഇതൊക്കെ നമ്മൾ ഡബിൾ ഇന്റഗ്രേഷനിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനായിട്ട് എന്തായിരുന്നു, ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് of D are given by x bar equal to myz by m, y bar equal to mxz by m, z bar equal to mxy by m. അപ്പോൾ ഇത് സെന്റർ ഓഫ് മാസ് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചത് ഇതുപോലെ തന്നെയായിരുന്നു. ഇനി സെൻട്രോയിഡ് എന്താണ്? അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ സെന്റർ ഓഫ് മാസിനെ നമ്മൾ സെൻട്രോയിഡ് എന്നാണ് വിളിക്കുക. If rho of xyz equal to a constant, the center of mass is called the centroid of the solid. ഇനി അടുത്തത് സെക്കൻഡ് മൊമെന്റ്സ്. ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടും ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരുന്നാൽ മതി കേട്ടോ. അപ്പൊ അത് സെക്കൻഡ് മൊമെന്റ്സ് ഓർ മൊമെന്റ്സ് ഓഫ് ഇനേർഷ്യ. സെക്കൻഡ് മൊമെന്റിനെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നും പറയും. Of D about the coordinate axis indicated by the subscripts are given by ix. Moment of inertia about x axis എന്ന് പറയുന്നത് ix എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു റോ ഓഫ് എക്സ് വൈ സെഡ് ഡി വി. iy ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റോ ഓഫ് എക്സ് വൈ സെഡ് ഡി വി. iz ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു റോ ഓഫ് എക്സ് വൈ സെഡ് ഡി. അപ്പൊ ഇക്വേഷൻസ് എല്ലാം നല്ലപോലെ ഓർത്ത് വെക്കുക. പ്രോബ്ലംസ് ചെയ്യാൻ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ. ഇനി ഒരു ആപ്ലിക്കേഷൻ കൂടെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ. Radius of gyration. If I is a moment of inertia of the solid about a given axis, then the radius of gyration is rg equal to root of I by m. അപ്പം റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇവിടെ ഐ എക്സ് കൊടുക്കുക, വൈ ആക്സിസ് ആണെങ്കിൽ ഐ വൈ, സെഡ് ആക്സിസ് ആണെങ്കിൽ ഐ സെഡ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് നോക്കാം.